ആയുധമില്ലാതെ ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. പാകിസ്ഥാനെ ജലം തടഞ്ഞു നിർത്തി ഒരു സൈഡിൽ വെള്ളം കൂടി മുട്ടിക്കുമ്പോൾ പാകിസ്ഥാന്റെ മറു സൈഡിൽ ജലം തുറന്നു വിട്ട് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രം. ഇപ്പോൾ ഒടുവിൽ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ. അഫ്ഗാനികൾക്ക് കൂടുതൽ വിസ അനുവദിക്കുന്നു. നമുക്കറിയാം, പാകിസ്ഥാനികൾ ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന ലോകത്തിലെ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനികൾ അവരുടെ ചെറുതും വലുതുമായ ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്നു. പക്ഷേ ബന്ധം വഷളായതോടുകൂടി രോഗികൾ ഉൾപ്പെടെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ന് പാകിസ്ഥാനിൽ. പക്ഷേ ലോട്ടറി അടിച്ചത് അഫ്ഗാനികൾക്കാണ്. കഴിഞ്ഞ 5 വർഷമായി തടഞ്ഞു വെച്ച വിസകളാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അഫ്ഗാനികൾക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമാണ് വിസ അനുവദിക്കുന്നത്. 5 വർഷം മുമ്പ് താലിബാൻ അഫ്ഗാൻ അധികാരമേറ്റെടുത്തപ്പോൾ നമ്മളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ അടക്കം നമ്മൾ അടച്ചുപൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അഫ്ഗാനുമായി മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അഫ്ഗാനികൾക്ക് വിസ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അഫ്ഗാനികൾ കൂട്ടമായി ഇന്ത്യയിലെത്തുമ്പോൾ മുൻപ് പാകിസ്ഥാനികൾ കൈയടക്കി വെച്ചിരുന്ന പല മേഖലകളിലേക്കും അഫ്ഗാനിസ്ഥാൻ എത്താൻ പറ്റും. ചെറുകിട വ്യവസായികൾക്കും വ്യാപാരികൾക്കും അടക്കം ഈ പുതിയൊരു വഴിയാണ് ഇന്ത്യ തുറന്നു നൽകുന്നത്. ഏതായാലും ഇന്ത്യയുടെ സംഹാര താണ്ഡവത്തിൽ പ്രധാനപ്പെട്ട മർമ്മത്ത് അടികിട്ടിയപ്പോൾ അവിടെ അടിവുകളായിരുന്ന ബലൂചിസ്ഥാൻ അടക്കമുള്ളിടത്തെ ജനം സംഹാര താണ്ഡവമാടി തുടങ്ങി. അങ്ങനെ എല്ലാ തരത്തിലും സർവനാശം നേരിടുമ്പോഴാണ് താലിബാൻ ഇന്ത്യ വിസ അനുവദിക്കുന്നത്. നമുക്കറിയാം, പൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് ആദ്യമെത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ കച്ചമുറുക്കി പോരിനിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ സൈന്യത്തെ അണിനിരത്തിക്കൊണ്ടൊരു കോട്ട പോലെ പാകിസ്ഥാന് വെല്ലുവിളി ഉയർത്തിയതും അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടമായിരുന്നു. ഏതായാലും അഫ്ഗാനികൾക്ക് അതിനുള്ള സമ്മാനമായി ഇന്ത്യ നൽകുന്നത് വിസ വീണ്ടും അനുവദിച്ചുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.